മമതയുടെ അഹങ്കാരം മമതയെ തീർക്കുമോ? ബംഗാൾ പറയുന്ന കഥ എന്താണ്? അത് വളരെ വിചിത്രമായതാണ്. ഒരുപാട് പീഡനങ്ങളും കനത്ത പോരാട്ടങ്ങളിലൂടെയുമൊക്കെയാണ് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കി CPMനെ തറപറ്റിച്ചുകൊണ്ട് അവിടെ അധികാരസ്ഥാനത്തെത്തിയത്. എന്നാൽ അധികാരസ്ഥാനത്തെത്തി 2 ടേമിലൂടെ തുടർന്നു പോകുമ്പോൾ ഏതാണ്ട് സമാനമായ രീതിയിൽ അവസാന കാലഘട്ടങ്ങളിൽ എങ്ങനെയാണോ CPMൻ്റെ 2ാം നിര 3ാം നിര നേതാക്കൾ പ്രവർത്തിച്ചത്, അത്തരം കാര്യങ്ങളോട് എങ്ങനെ മുകളിലുള്ളവർ മൗനം പാലിച്ചോ സമാനമായ ഒരു ധാർഷ്ട്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും സ്ഥിതിയിലേക്ക് പോവുകയാണ് മമതാ ബാനർജി എന്നാണ് ഈ പോൾ പ്രഡിക്ഷൻ സൂചിപ്പിക്കുന്നത്. അവിടെ യോഗേന്ദ്ര യാദവ് പറഞ്ഞത് കഴിഞ്ഞ തവണത്തെ ടാലിയിലും താഴേക്ക് BJP പോകുമെന്നാണ്. അതായത് 18-ൽ നിന്നും 12-ലേക്കോ 13-ലേക്കോ ഒക്കെ പോകുമെന്ന് പറയുന്നെങ്കിലും താൻ 18 തന്നെ നൽകുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ പ്രഡിക്ഷൻ വന്നപ്പോൾ വളരെ വലിയ ഒരു മുന്നേറ്റം അവിടെ BJP നടത്തും എന്നതാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ അതിനുള്ള സാഹചര്യങ്ങൾ അവിടെ മമതയുടെ ധിക്കാരവും അഹങ്കാരവുമാണ് ഉണ്ടാക്കി കൊടുത്തത് എന്നതാണ് സത്യം. കാരണം ഇത്തവണ CPMും കോൺഗ്രസും വളരെ ശക്തമായി അവിടെ പോരാടി. ഏതെങ്കിലും തരത്തിൽ 2 സീറ്റെങ്കിലും തന്ന് ഒരു ഐക്യത്തിൻ്റെ സംഗതികൾ ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കടുത്ത അഹങ്കാരത്തോടെയാണ് മമതാ ബാനർജി പ്രതികരിച്ചത്. എന്നാൽ ഇപ്പോൾ കാണുന്ന സ്ഥിതി അതേ മമതാ ബാനർജി ഒറ്റപ്പെടുകയും തള്ളപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ത്യ ബ്ലോക്കിൻ്റെ ചെയർമാനായി നിതീഷിനെ ആക്കുന്നതിൽ കഠിനമായി എതിർത്ത ആളാണ് മമതാ ബാനർജി. ഒരു മുന്നണി സംവിധാനത്തിന് വേണ്ടി മമതയുടെ ആവശ്യത്തിന് വിട്ടുവീഴ്ച ചെയ്തെങ്കിലും സത്യത്തിൽ സംഭവിച്ചത് പിന്നീട് അവർ ഈ ഇന്ത്യ ബ്ലോക്ക് ഒഴിവാക്കി പോവുകയായിരുന്നു, തനിച്ച് മത്സരിക്കുകയായിരുന്നു. അങ്ങനെ ശക്തമായ ത്രികോണ മത്സരം BJPക്ക് ഗുണം ചെയ്തു എന്നാണ് പറയുന്നത്. അതോടൊപ്പം അവരുടെ ധിക്കാരപരമായ പ്രസ്താവനകളും. ചുരുക്കത്തിൽ അവിടെ ഉണ്ടായിരിക്കുന്നത് പരമ്പരാഗതമായി TMCക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഹിന്ദു വോട്ടുകൾ അവരിൽ നിന്ന് അകന്നു പോകുന്നു എന്നതാണ് കാണുന്നത്. ഏതായാലും ഈ തിരിച്ചടി മമതയെ സംബന്ധിച്ചിടത്തോളം ഒരു തകർച്ചയുടെ തുടക്കമായി വേണം കരുതാനായി. ഇനി 2-2.5 വർഷങ്ങൾക്കപ്പുറത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതേ ട്രെൻഡ് നിലനിന്നാൽ അവരുടെ കാര്യം പരുങ്ങലിലാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തിരിച്ചറിവില്ലാതെ ധിക്കാരപരമായി എന്ത് നിലപാടും സ്വീകരിക്കുന്നവർ തകർന്നു വീഴുന്ന കാഴ്ചയും ഈ എക്സിറ്റ് പോളിൽ കാണാവുന്നതാണ്.